അടുത്ത ടീം 2 സ്റ്റാർസ്. വെൽക്കം 2 സ്റ്റാർസ്. രണ്ട് താരങ്ങൾ 2 സ്റ്റാർസ്. കൊള്ളാം. എന്താ പേരൊക്കെ? ജയേഷ്. പ്രവീൺ, ജയേഷ്. നാട് ഇവിടെ കൊച്ചി തന്നെയാണോ? ഞാനിവിടെ എരൂരാണ്. എരൂരാണ്, ആലപ്പുഴ. ഓക്കെ, അപ്പൊ നമുക്ക് റെഡി അല്ലേ? റെഡിയാ. അപ്പൊ തകർത്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ബ്രോക്കറെ, ഞാൻ നിങ്ങളെ എവിടേക്ക് നോക്കിയെന്നറിയോ? എന്താടാ? എന്റെ ബ്രോക്കറെ ഒരുപാട് പെണ്ണ് കാണാൻ നടന്ന് ഒന്നും റെഡി ആവണില്ല. എടാ, എൻ്റെ ഒരു പെണ്ണുണ്ട്. ഏത്? പക്ഷെ ഉണ്ടല്ലോ, മിമിക്രി അറിയിക്കുന്നത് മാത്രമേ ആ പെണ്ണിന് ഇഷ്ടമുള്ളൂ. മിമിക്രി അറിയാൻ മേലാത്തവർ അവർക്ക് ഇഷ്ടമല്ല. സ്റ്റാർ വല്ലതും അറിയാമോ? കൊള്ളാം. എന്റെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വിൽക്കണം ഞാനാ. ക്രിസ്മസിന് സ്റ്റാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എടാ, സിനിമാ താരങ്ങളുടെ ശബ്ദം അവതരിപ്പിക്കാൻ അറിയാമോന്ന്? അറിയും. അറിയാവോ? പിന്നെ അക്കി ഞാൻ ഫോൺ എടുക്കട്ടെ. നീ ആരൊക്കെ ചെയ്യുന്ന വെച്ചാൽ നീ ചെയ്ത് കാണിക്കും. KTS പടന്ന അടി. ആറ് പ്രാവശ്യം കണ്ടു ഞാൻ. മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കാണപ്പാടാ പറയട്ടെ. എടാ, ഇത് കൊള്ളാല്ലേ? ഒരു 15% ആ പെണ്ണ് നിന്നെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. വേറെ നിന്റെ വെറൈറ്റി ആയിട്ട് വല്ലതും ഉണ്ടോ? വേറെ നമ്മുടെ വിനായകൻ ചേട്ടന്റെ പഴയ കാലത്തെ സൗണ്ട്. പഴയകാല സൗണ്ട്. അത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് നീ അടിക്കും. മലയാളം പറഞ്ഞ മലയാളിയാവില്ല, തമിഴ് പറഞ്ഞ തമിഴനും ആവില്ല. പക്ഷെ ഞാനൊരു കൊല ചെയ്ത ഒരു കൊലയാളിയാവും. ഇത് കഥ പറയുമ്പോഴേക്കാളും നല്ലത് കക്കൂസി പോകുമ്പോഴാണ്. അതാകുമ്പോൾ ജട്ടിയും വേണ്ട, പെർമുടയും വേണ്ട. എടാ, ഇത് പൊളിച്ച്. അടിപൊളി. ഒരു 25% ആ പെൺകുച്ചിനെ നിന്നെ ഇഷ്ടപ്പെടും. ഇതല്ലാതെ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ? ഇതല്ലാതെ നമ്മുടെ ചാളമേരി ചേച്ചിയുടെ സൗണ്ട് ചെയ്യും. എടാ, നമ്മുടെ കണ്ണമാലി മേരി ചേച്ചി. അതെ. മോളി ചേച്ചിയുടെ സൗണ്ട് നീ എന്ത് ചെയ്യും? എടക്കും അപ്പേ എപ്പോഴും ചോദിക്കും പിശാച് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. ഞാനെപ്പോഴും ചട്ടയും കൊണ്ടുമായിരിക്കും. ഇനി വ്യാല ചോദിക്കരുത്. ഈ ഉജാല വണ്ടിയൊക്കെ മാറ്റി വെച്ച് വല്ല ഹാർലി ഡേവിഡ്സൺ എടുക്കണപ്പാ. ഹെവി സ്പോർട്ടിക് റൈഡിംഗ് പൊസിഷനാണ്. ബാക്ക് മോട്ടോ ഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. എടാ, ഒരു 95% ഇത് ഓക്കെയാണ്. ഓക്കെ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും? വെറൈറ്റി ആയിട്ട് ഇനിയിപ്പോ പാമ്പ് തവളനെ പിടിക്കണ ഒരു ശബ്ദമുണ്ട്. എടാ, അതാരും ചെയ്തിട്ടില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അടിച്ചോ. ഇവിടെ പൊളിച്ച്. ഞാൻ പാമ്പ് കൊണ്ടായിരിക്കും. അതല്ലേ? ഇനി നിന്റെ വേറെ വെറൈറ്റി വല്ലതും ഉണ്ടോ? ഇനി നമ്മുടെ കരിക്ക് സീരീസിലെ ശംഭു. അതുണ്ടോ? അതടിക്കും. എൻ്റെ പൊന്നേട്ടാ, സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ട്രെസ്സാണെന്നറിയോ? ഞാനെൻ്റെ സ്ട്രെസ്സിനെ പറ്റി എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോഴേ അവനാ പറഞ്ഞത് നീ സൈക്കിൾ മേടിക്കാനായിട്ട്. സൈക്കിൾ ചവിട്ടി കയറ്റമൊക്കെ കയറാൻ നേരത്തെ എൻ്റെ സ്ട്രെസ്സൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നു എനിക്കറിയാൻ പാടില്ല. ഇത് പൊളിച്ചടാ. ഇത് 100% നിനക്ക് ആ പെങ്കൊച്ചി നിന്നെ ഇഷ്ടപ്പെടും. ഓക്കെ. അല്ല, നിങ്ങൾ വലിയ മിമിക്രിക്കാരനല്ലേ? നിങ്ങൾ ഒന്നും ചെയ്യില്ലേ? എടാ, ഞാൻ പഴയ മിമിക്രിക്കാരനല്ലേ? നീ ഫോണെന്ന് കുടിച്ചേ. നീ ബിനുപ്പൂന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ബിനുപ്പൂന്റെ സൗണ്ട് ഞാൻ നോക്കിയാ. നീ ഇപ്പൊ ഞങ്ങളോട് സഹകരിച്ച നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ഒരു ചെറിയ ചെക്കനല്ലേടാ. ഈ പ്രായത്തിലൊക്കെ ജയിലിൽ കിടന്ന എന്താക്കാനാ? ഇര തേടി വരുന്ന ചെന്നായെ കെണിയിലേക്ക് കൊണ്ടുവരിക. കെണി ഒരുക്കി കാത്തിരിക്കുന്നത് കേരള പോലീസാന്ന് അവന്മാർക്കറിയില്ലല്ലോ. കേരള പോലീസ് തന്നെ ചുമ്മാ. അത് കൊള്ളാം. വേറെ ഏതാ വെറൈറ്റി ആയിട്ട് നിങ്ങൾ? പിന്നെ ഈ ജാഫർ ഡിക്കിയുടെ സൗണ്ട്. അത് ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡയലോഗ് പറയാം. കൊച്ചല്ലേ റിച്ചാർഡ്, ഞാൻ കുട്ടിച്ചൻ. എൽദോസച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ പിന്നെ ഇവൻ്റെ കോഴിക്കൃഷി, നെല്ല്, കവുങ്ങ്, കൊക്കവും എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 10-65 ഏക്കർ ഇവൻ്റെ പേർക്കുള്ളതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. വേറെ വേറെ ഇപ്പൊ നമ്മുടെ വേറൊരു സാധനം ഉണ്ടാ. നമ്മുടെ എംഫോടെക്കിലെ ജിയോ മച്ചാൻ പുള്ളിയുടെ സൗണ്ട് ഞാൻ ചെയ്യും. അത് അധികാരം ചെയ്തിട്ടില്ല. നോക്കട്ടെ. മച്ചന്മാരെ, എൻഫോടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മച്ചന്മാരെ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കാർത്തിക് മച്ചാനാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് മച്ചന്മാരെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയുണ്ടോ മോനെ? അടിപൊളി. ഒരു പണി ചെയ്യാം. ഒരു കാര്യം ചെയ്യും. എന്തായാലും വീഡിയോ എടുത്തില്ലേ? ഞാൻ ആ പെങ്കൊച്ചിനെ അയച്ചു കൊടുക്കാം. വേഗം അയച്ചു കൊടുക്കും. നാളെ തന്നെ പെണ്ണ് കാണാം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവള് വിളിക്കും. ഇപ്പൊ തന്നെ വിളിക്കട്ടെ. അവള് വിളിക്കുന്നുണ്ട്. എടുക്ക്. ഒന്ന് എടുത്തു നോക്കട്ടെ. ഹലോ. എന്നെ ഒരു മിനിറ്റ്. എടാ, ആ വീഡിയോ വെച്ചില്ലേ? അപ്പൊ അതിനകത്ത് എന്റെ വീഡിയോ കൂടെ കയറി പോയില്ല. അതിന് ഇപ്പൊ ആ പെങ്കൊച്ചി പറയണേ എന്നെയാണ് ഇഷ്ടമെന്ന്. എന്റെ പൊന്ന് ബ്രോക്കറെ. നമ്മുടെ ഡിജിറ്റൽ പാർട്ട്ണർ എന്ന് പറയുന്നത് മൂവി വേൾഡ് മീഡിയയാണ്. മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ പ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷാദ് നസീം, കുഞ്ഞുമോൻ KP, ഒപ്പം വേദിയിലേക്ക് ആനയിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മൂവി വേൾഡിൻ്റെ ഒരു പ്രതിനിധിയാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഒരു വൈറൽ താരമാണ്. സ്വാഗതം ചെയ്യാം മിസ്റ്റർ ഹൈദരാലി.
വെൽക്കം. അല്ല, ഒരുപാട് സംഘടന, ഒരുപാട് സിനിമാ താരങ്ങളെയും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സംഘടനകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ റൈറ്റലിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. അതിനെക്കുറിച്ച് പറയുന്ന മുമ്പ് ഞങ്ങൾ മൂവി വേൾഡ് മീഡിയയെക്കുറിച്ച് 2 വാക്ക്. തീർച്ചയായിട്ടും. മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ MDയുടെ ഇൻഷാദിനെ അറിയില്ലാത്ത മിമിക്രി താരങ്ങളില്ല. കാരണം ഇവരുടെയൊക്കെ മിമിക്രി ഞങ്ങളുടെ കയ്യിലൂടെയാണ് പോയിരിക്കുന്നത്. യൂട്യൂബിൽ 286 യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണ് ഞങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ളത് ഞങ്ങൾക്കാണ്. 200 ഫേസ്ബുക്ക് പേജും 12 ഇൻസ്റ്റയും പേജുണ്ട്. അത് മലയാളത്തിൽ മാത്രം 30 എണ്ണമാണുള്ളത്. ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലും ദുബായിലും ഞങ്ങൾക്ക് ഓഫീസുണ്ട്. ഈ പ്രവർത്തനം നല്ല രീതിയിൽ പോകുമ്പോൾ ഇത്തരമൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ജിൻഡോയാണ് ഞങ്ങൾ ആദ്യം വിളിക്കുന്നത്. ജിൻഡോയുമായിട്ട് കൈകോർത്ത് ഒത്തിരി നാളത്തെ ബന്ധമാണ് ഞങ്ങൾക്ക്. നിങ്ങളെല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, ജിൻഡോയായിട്ട് അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമാണുള്ളത്. ജിൻഡോയുടെ ബന്ധം എന്ന് പറഞ്ഞെങ്കിൽ ഇന്റർനാഷണൽ കണക്ഷനാണ് ജിൻഡോയ്ക്ക്. അമിതാഭ് ബച്ചനെ വരെ പ്രോഗ്രാം പിടിച്ചു കൊടുക്കുന്ന ആളാണ് ജിൻഡോ. അതെ, ഞങ്ങൾ ദുബായിൽ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് പോയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരമൊരു സംഭവം, മിന്നും താരം, നമുക്ക് മിമിക്രിയൊക്കെ ഞാൻ കണ്ടുവന്നത് പ്രസാദ് ഘട്ടനിലൂടെയാണ്. പ്രസാദ് ഘട്ടന് ആണ് ഒരു നല്ലൊരു കൈയടി പ്രസാദ് ഘട്ടന് കൊടുക്കേണ്ടതാണ്. പ്രസാദ് ഘട്ടനെയാണ് ഞാൻ പിന്നിലും മുന്നിലും കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെങ്കിലും ഇത്തരമൊരു സംഘടനയുടെ ഈ പ്രവർത്തനം നമ്മളറിയാം. ലാലേട്ടനും മമ്മൂക്കായി ഉൾപ്പെടെയുള്ളവർ മഴവിൽ മനോരമയ്ക്കും സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ അതിൽ എഴുതി കൊടുക്കുന്ന സ്കിറ്റുകൾ ഇവരെഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതും ഗംഭീരമാവുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരുടെ പിന്നിലെ പ്രവർത്തനമാണ് അത്രയും കയ്യടിയും ആളുകൾ കണ്ട് ചിരിക്കുന്നതും. അപ്പോൾ ചിരിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ പ്രസ്ഥാനം നമ്മുടെ ബിബിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾ കൈകോർക്കുമ്പോൾ ഒന്നും ആലോചിച്ചില്ല, ഇത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതിൻ്റെ ഒരു നടപടിക്രമവുമായിട്ട് ഇന്ന് ഞങ്ങൾ ഈ ഫുൾ പ്രോഗ്രാം നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ അടിച്ചു പോകും, പിന്നീട് നമ്മളോടൊന്നും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പൂർണ്ണ പിന്തുണ ഉണ്ടാകും നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനത്തിലും. ഇനി എല്ലാ കാര്യത്തിലും താരസംഘടന അമ്മയുടെ വലിയ പ്രോഗ്രാമായ ജനറൽ ബോഡി ഞങ്ങളാണ് സാധാരണ കഴിഞ്ഞ വർഷം തൊട്ടാണ്, ഈ വർഷവും ഞങ്ങൾ തന്നെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം എടുക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ഇത്. അതിൽ അഭിമാനിക്കാവുന്ന മുഹൂർത്തം കൂടിയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മൂവി വേൾഡിനും മിസ്റ്റർ അലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.